They are not just contestants, they are the torch bearers of his legacy, seeking to model their own lives upon his sublime example. The word illumine finds its true meaning here today. It is the light of his teachings that we seek to ignite in our hearts. It is the light of his wisdom that these young scholars will reflect here today. A huge round of applause, please, as we invite our finalists to take their places for this ultimate round. We welcome you all again with open hearts to the grand finale of Illumine 2025. May the best team win, but may we all emerge as better human beings, inspired by the life of our Prophet ﷺ. Let the finale begin. I invite Dr. Muhammad Badiz Zaman sir to kindly take charge and conduct the grand finale. Sir, please. ആ സൈഡിലേക്ക് റൈറ്റ് സൈഡിൽ കിട്ടും. അങ്ങോട്ട് ആ റൈറ്റ് സൈഡിൽ നിന്നാണ്. Hello, hello, hello. Assalamualaikum. എല്ലാം സെറ്റല്ലേ അല്ലേ? ടെൻഷൻ ഉണ്ടോ കുറച്ച് അല്ലേ? ഇൻഷാ അല്ലാഹ് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ റൗണ്ടിൽ ഉണ്ടാവുക. ഒരു കറക്റ്റ് ആൻസറിന് 20 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ നേരത്തെ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്തതിന് പകരം നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുമ്പോൾ അതിൽ 20 എന്ന് തന്നെ വരും. ചിലപ്പോൾ ക്വസ്റ്റ്യന് ആൻസറിന് 2 പാർട്ട് ഉണ്ടാവും. അങ്ങനെ 2 പാർട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസറിനാണെങ്കിൽ നമ്മൾ 10 മാർക്ക് ഈച്ച് അങ്ങനെയാണ് ഉണ്ടാവുക. ചിലത് ക്ലൂ റൗണ്ട് ഉണ്ടാവും. ഓരോ റൗണ്ടിന്റെയും മുമ്പ് നമ്മൾ കാര്യങ്ങൾ പറയും. എന്നാലും നിങ്ങൾ നേരത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ക്ലൂ റൗണ്ട്. ആദ്യത്തെ ക്ലൂവിനെ പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്ക്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഉത്തരം നിങ്ങൾ വിളിച്ച് പറയരുത്, നമ്മളിവിടെ പറയില്ല. നിങ്ങൾ ഉത്തരം ശരിയാണോ എന്നുള്ളത് വോളണ്ടിയേഴ്സ് ക്വിസ് മാസ്റ്റർ കൂടെ വന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ഇരിക്കുക. രണ്ടാമത്തെ ക്ലൂവിനാണ് പറയുന്നതെങ്കിൽ 15 മാർക്ക്, മൂന്നാമത്തെ ക്ലൂവിന് 10 മാർക്ക്, നാലാമത്തെ ക്ലൂവിനാണെങ്കിൽ 5 മാർക്ക്. 4 ക്ലൂ ഉണ്ടാവും ക്ലൂ റൗണ്ട്. മാച്ച് ദി ഫോളോയിങ് ഉണ്ടാവും. മാച്ച് ദി ഫോളോയിങ്ങിന് നിങ്ങൾക്ക് പേപ്പർ തരും. അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാച്ച് ചെയ്യുക. 5 മാർക്കാണ് ഒന്ന് കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. എല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ ക്വസ്റ്റ്യന് 20 മാർക്ക്. ഓരോ ചോദ്യങ്ങൾക്കും 20 മാർക്കാണ് ഉണ്ടാവുക. ഇനി ക്വറീസ്. അപ്പൊ പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനറിക് നെയിംസ് നമ്മൾക്ക് ഒരിക്കലും മുഴുവനില്ലാത്തത് നമ്മൾ അംഗീകരിക്കുന്നതല്ല. നമ്മൾ 3 പേർക്കാണ് ഇതിൽ മേജർ പ്രൈസ് ഉണ്ടാവുക. ഫൈനൽ റൗണ്ടിലെ പാർട്ടിസിപ്പൻസിന് പ്രൈസ് ഉണ്ട്. ബമ്പർ പ്രൈസ് എന്താണ്? ഉംറ. അപ്പൊ അതിനാൽ മത്സരം വളരെ കടുത്തതായിരിക്കും. സ്വാഭാവികമായും നമ്മൾക്ക് മാർജിൻ അധികം ഇതിൽ തരാൻ കഴിയില്ല. അതിന്റെ ഉത്തരം കറക്റ്റ് ആയിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്.
ക്വിസ് മാസ്റ്ററുടെ തീരുമാനം എന്തായിരിക്കും? അന്തിമമായിരിക്കും. ബട്ട് വിൽ ബി ബേസ്ഡ് ഓൺ ദ 3 ബുക്സ് സജസ്റ്റഡ് ഫോർ റീഡിങ്. അപ്പൊ അതിൽ അതാണോ അല്ലയോ എന്ന് പറഞ്ഞു തന്നാൽ ക്വിസ് മാസ്റ്ററാണ്. ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബുക്ക് ഡിസിഷൻ വിൽ ബി ടേക്കൺ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, ഇത് 1 വേർഡ് ആൻസർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റൗണ്ടാണ്. റസൂലിന്റെ രൂപഘടനയെ സംബന്ധിച്ച വിവരം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണി. ഏത് സീറാ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും പ്രവാചകന്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിന് ആധാരമാക്കുന്ന ഒരു കുറച്ച് നീണ്ട ഒരു ഉദ്ധരണി. ഈ ഉദ്ധരണി കിട്ടുന്നത് ഹിജ്റയുടെ യാത്രക്കിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവും അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെ ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്താണ്. അവർ കണ്ടുമുട്ടുന്നു ഒരാളെ, ഖുസാ ഗോത്രക്കാരിയായ ഒരു വൃദ്ധ. ഇതാണ് ക്ലൂ. ഇവരുടെ പേര് എന്ത്? റസൂലിന്റെ രൂപഘടനയെ സംബന്ധിച്ച് വിവരം നൽകുന്ന പ്രധാന ഉദ്ധരണി ഹിജ്റയുടെ യാത്രക്കിടെ നബി സന്ദർശിക്കുന്ന ഖുസാ ഗോത്രക്കാരിയായ ഒരു വൃദ്ധയിൽ നിന്നാണ്. അവരുടെ പേര് എന്ത്? Pen down, pen down. എന്താണ് ഉത്തരം? ഉമ്മു മഅബദ്. ഉത്തരം എഴുതിയവര് ഉമ്മി മഅബദ് എന്ന് എഴുതിയാലും നമ്മൾ ഉത്തരം പരിഗണിക്കും. ഉമ്മു മഅബദ് എഴുതിയവര് എഴുന്നേറ്റ് നിൽക്കുക. എ ടീം ഏതാണ്? വെരിഫൈ ചെയ്തു നിങ്ങളുടെ പറഞ്ഞു. എ ടീം എ 20 എന്നത് കുറച്ച് മുകളിൽ, കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റി എഴുതും. നിങ്ങളുടെ സമയം സ്ഥലം ഉണ്ടാവും. 20 രണ്ടാമത്തെ ചോദ്യം. ഹേ ഖുറൈശികളെ, ഒരു ഉദ്ധരണിയാണ്. ഹേ ഖുറൈശികളെ, ആരുടെ നിയന്ത്രണത്തിലാണോ ഈയുള്ളവന്റെ ജീവനുള്ളത് അവനെ കൊണ്ട് സത്യം, ഞാനല്ലാതെ നിങ്ങളിൽ ആരും തന്നെ ഇബ്രാഹീമിന്റെ മതത്തിൽ നിലകൊള്ളുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് മക്കയിലുണ്ടായിരുന്ന ഏകദൈവ വിശ്വാസികളായ ആളുകൾ ഹനീഫുകൾ എന്നാണ് അവരറിയപ്പെടുന്നത്. അതിലെ ഒരാളുടെ ഉദ്ധരണിയാണ് ഈ പറഞ്ഞ ഉദ്ധരണി. കഅബയോട് ചേർന്ന് വിലപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നതായി ഞാൻ കണ്ടു എന്ന് അസ്മാ ബിന്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹ, അതാണ് അതിലുള്ള നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്ലൂ, ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ആൾ? ഹനീഫുകളിൽപ്പെട്ട അസ്മാ ബിന്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹ പറയുന്ന ഈ ഉദ്ധരണി കഅബയുടെ അടുത്ത് വന്ന് പറയുന്ന ആൾ ആര്? ചാർജ് ചെയ്യാൻ പറ്റും ശരിക്കും. അതിന് ഇത്ര ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ഹനീഫുകൾ എന്നാണ് ആ ഒരു കാറ്റഗറി അറിയപ്പെടുന്നത്. ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കണം. അത് എത്ര ടൈമായിട്ട് 40 മണിക്കൂറിന് മോട്ടർ പോയിട്ട്
അത് യൂസ് ചെയ്യല്ലേ? ഉത്തരം എഴുതുമ്പോൾ പേരിന്റെ 2 ഭാഗം നിർബന്ധമായിട്ടും ഉണ്ടാകണം. ഇങ്ങോട്ട് പോരാ, ഷൂട്ട് ചെയ്യും. ഇത് ഷൂട്ട് ചെയ്യട്ടെ ഇരിക്കുന്നത്. രണ്ടാം സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. കറക്റ്റ് ആൻസർ ആണ്. സെയ്ദ് ബിൻ അംർ എന്ന് എഴുതിയാലും ഉത്തരം നമ്മളാക്കും. സെയ്ദ് എന്ന് മാത്രം എഴുതിയാൽ പറ്റും. ഓക്കെ. നമ്മുടെ ഉംറയാണ് ബോർഡിലുള്ളത്. അതുകൊണ്ട് മാർക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക. ആരാണ് സെയ്ദ് ബിൻ അംർ? ആരാന്നറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തെ കുറിച്ച് സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആരാ സയ്യിദ് ബിൻ സെയ്ദ്? ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഭർത്താവാണ്. അതൊരു പ്രത്യേകത കൂടിയുണ്ട്. അവരുടെ പേര് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടുന്ന ഒരു കാര്യം. Anybody from audience? അന്ത്യനാളിൽ അദ്ദേഹം ഒരു ഉമ്മത്തായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ സയ്യിദ് റളിയല്ലാഹു അൻഹു മറ്റു പ്രത്യേകത അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെടുന്ന ആളാണ്. വലിയ കുടുംബമായിട്ട് തന്നെ ഭയങ്കര സംഭവമാണ് ഇവരൊക്കെ എന്ന് നമ്മൾ പറയുമല്ലോ. ആളുകളാണ് ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിൽ അടുത്ത ചോദ്യം. പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മുശ്രിക്കുകളായ ആളുകൾ റസൂലിനെ എങ്ങനെയെങ്കിലും ആ സന്ദേശത്തിൽ നിന്നും ഒഴിവാക്കുക. നേരിട്ട് ആദ്യം പ്രകോപനം, ഭീഷണി, ഇങ്ങനെ പല രീതിയിൽ. പലപ്പോഴും അബൂ താലിബ് വിശ്വാസിയല്ലാത്തതുകൊണ്ട് അബൂ താലിബിനെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും റസൂലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. അതിനും പല ഓഫറുകളും അവര് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു മുഹമ്മദിനെ വിട്ടുതരാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം ഒരാളെ തരാം. ചോദ്യം ഇതാണ്: ഖുറൈശികളിലെ സുമുഖനും സുന്ദരനുമായ ഒരാളെ അബൂ താലിബിന്റെ മുന്നിൽ ഹാജരാക്കി മുഹമ്മദിന് പകരം ഇയാളെ ഏറ്റെടുത്തോളൂ എന്ന് മക്കാ മുശ്രിക്കുകൾ പറയുന്നുണ്ട്. അയാളുടെ പേരെന്ത്? പേര് മുഴുവൻ എഴുതിയാൽ മാത്രമാണ് മാർക്ക്. ബോത്ത് പാർട്സ് ഓഫ് ദി നെയിം. പെൻഡാവ്. എന്താണ് നിങ്ങളുടെ ആൻസർ? എന്താ? അമ്മാർ ബിൻ വലീദ്. അതാണ് ഉത്തരം. അമ്മാർ ബിൻ വലീദ്. എഴുതിയവര് എഴുന്നേറ്റ് നിൽക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ. 4 പേരുടെ പേരുകൾ ഞാൻ പറയും. പേരുകൾ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ വരും, പക്ഷേ ഞാൻ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ഈ 4 പേർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, റസൂൽ ചരിത്രത്തിൽ ഒരു പൊതുവായ ദൗത്യമുണ്ട്. ഒന്ന് ഉർവ ബിൻ മസ്ഊദ്, 2 ഖിറാഷ് ബിൻ ഉമയ്യ, 3 അൽ ഹുലൈസ് ബിൻ അൽഖമ, 4 സുഹൈൽ ബിൻ അമ്ർ. ഈ 4 പേർക്കും റസൂൽ ചരിത്രത്തിൽ പൊതുവായുള്ള ദൗത്യമെന്ത്? പേരുകൾ സ്ക്രീനിലുണ്ട്. ഉർവ ബിൻ മസൂദ്, ഖിറാഷ് ബിൻ ഉമയ്യ, ഹുലൈസ് ബിൻ അൽഖമ, സുഹൈൽ ബിൻ അമ്ർ. ആ ദൗത്യം ആൻസറിൽ ഉണ്ടായിരിക്കണം.
ചരിത്ര സന്ദർഭം മാത്രമല്ല, ചരിത്ര സന്ദർഭം പ്ലസ് ദൗത്യം. ദൗത്യത്തിന് ഉപയോഗിക്കുന്ന വാക്കെന്ത് എന്നുള്ളത് അത് എഴുതുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ്. വലിയ സെൻറ്റൻസ് ഒന്നും എഴുതണ്ട കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ മതിയല്ലോ എന്ന്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പെൻ ഡൗൺ, പെൻ ഡൗൺ, പെൻ ഡൗൺ. ഹുദൈബിയ സന്ധിയിൽ മധ്യസ്ഥരായി, ഹുദൈബിയ സന്ധിയിൽ ദൂതരായി എന്നൊക്കെ ഇതിൻ്റെ പര്യായങ്ങൾക്കും ഉപയോഗിക്കാം. എന്തായാലും ഹുദൈബിയ അതിൽ ഉണ്ടായിരിക്കണം, മധ്യസ്ഥം, ദൂത്, ഇങ്ങനെ. ഇനി വേറെ എന്തെങ്കിലും വാക്കുകൾ? ഹുദൈബിയ സന്ധിയുടെ ചർച്ചകളിൽ പങ്കെടുത്തു എന്നുള്ള. അപ്പോൾ ഈ ഉത്തരങ്ങൾ എഴുതിയ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുക, വോളണ്ടിയേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ ക്വിസ് മാസ്റ്ററെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യിക്കുക. യെസ്, അത് ടിക്ക് ചെയ്യൂ കേട്ടോ. ചെക്ക് ചെയ്തിട്ട് ശരി പറയുന്നത് ടിക്ക് ചെയ്തു. യെസ്, ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഉത്തരം ശരിയായ ടീമുകൾ. എഫ്, ജി, എച്ച്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. സാധാരണ പ്രകടനങ്ങളൊക്കെ നടക്കുമ്പോൾ മുദ്രാവാക്യങ്ങളിൽ സംഘടനകളൊക്കെ നിർദ്ദേശം കൊടുക്കാറുണ്ട്. എന്താ കൊടുക്കുക? മുദ്രാവാക്യം വിളിക്കുന്നതിനെ പറ്റി പ്രിൻ്റ് ചെയ്ത മുദ്രാവാക്യങ്ങൾ മാത്രമേ വിളിക്കാവൂ, എന്നാൽ ഔദ്യോഗിക അനുമതിയുള്ള മുദ്രാവാക്യങ്ങൾ മാത്രമേ വിളിക്കാവൂ എന്ന് പറയാറുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾക്ക് തോന്നും, എന്ത്, ആ മുദ്രാവാക്യങ്ങളൊന്നും പോരാ, ഒന്നുകൂടി ആവേശത്തിൽ മുദ്രാവാക്യം വിളിക്കണം എന്ന് തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ചിലർക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നലുണ്ടാവുക മാത്രമല്ല, അവരങ്ങനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. മക്ക വിജയവേളയിൽ പതാകവാഹകനായിരുന്ന ഒരാൾ, അതിലുണ്ട് ക്ലൂ ഒക്കെ നിങ്ങൾക്ക്, വികാരത്തള്ളിച്ചയിൽ ഒരു മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഇന്ന് ഘോരയുദ്ധത്തിൻ്റെ ദിവസമാണ്, കായബയുടെ പരിസരത്ത് യുദ്ധം ഹലാലാക്കുന്ന ദിവസം. ഇത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി വന്നപ്പോൾ റസൂൽ പതാക ആളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട്. ഈ സഹാബി ആരാണ് ഇങ്ങനെ പറഞ്ഞത്? പെൻ ഡൗൺ പ്ലീസ്, പെൻ ഡൗൺ. വാട്ട് ഇസ് ദ ആൻസർ? സഅദ് ബിൻ ഉബാദ. എനി അതർ ആൻസർ? വാട്ട് ഇസ് യുവർ ആൻസർ? സഅദ് ബിൻ ഉബാദ. കറക്റ്റ് ആൻസറാണ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. അതാണ് ഉത്തരം. ഒന്ന് വെരിഫൈ ചെയ്തിട്ടൊന്ന് ടിക്ക് ചെയ്യുക കേട്ടോ. അടുത്ത റൗണ്ട് മാച്ച് ദി ഫോളോയിങ് ആണ്. നിങ്ങൾക്ക് പേപ്പർ തരും, നിങ്ങൾക്കതിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, 5 ചോദ്യങ്ങളാണ് ഇതിലുണ്ടാകുക. 5 ചോദ്യങ്ങളിൽ 2 കാറ്റഗറി ആയിട്ടുണ്ടാവും. കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. നിങ്ങൾ കിട്ടിയ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൽ 1, 2, 3, 4 എന്ന് സ്മോൾ ന്യൂ റോമൻ നമ്പേഴ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ഭാഗത്ത് ABCD എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. 4 ഓപ്ഷൻസാണ് ഉണ്ടാവുക. ഒരു ഓപ്ഷൻ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ
ഇപ്പോൾ 1A അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതേണ്ടത്. ആ നമ്പർ എഴുതുക, താഴെ ആ നമ്പറിൻ്റെ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ അക്ഷരം കൂടി എഴുതണം. ഓക്കെ, പാരലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കൂടെ വെക്കുന്നത് നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുഴുവൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 മാർക്ക്. 5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്, അതിലുള്ള സബ് ക്വസ്റ്റ്യന്. താഴെ നിങ്ങൾ ലെജിബിളായി എഴുതിയതായിരിക്കും ആൻസർ. ഓഡിയൻസ് ചുണ്ടുകൾ അനങ്ങുന്നത് ശ്രദ്ധിക്കുക. താഴെ എഴുതുക. അത് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1A എന്നാണെങ്കിൽ താഴെ എഴുതണം 1A എന്ന്. വെറുതെ മാർക്ക് ചെയ്താൽ മാത്രം പോരാ. താഴെ എഴുതിയിട്ടില്ലേ? ഓക്കെ, പെൻ ഡൗൺ. പെൻ ഡൗൺ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതാണ് കറക്റ്റ് ആൻസർ. 1D, 2A, 3B, 4C. ഈ ഓർഡർ കറക്റ്റ് ചെയ്ത് എഴുതിയ ആളുകൾ വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, അതിൽ സാർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓരോന്നിലും എത്രയാണ് എന്നുള്ളത് ഒരു നമ്പർ കൊടുക്കേണ്ടി വരും അവർക്ക്. മാർക്കല്ല, നിങ്ങൾ എത്രയാണ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്? 1D തെറ്റാണ്. അടുത്തത് മൂന്നാമത്. ചെക്ക് ചെയ്യേണ്ടത് എത്രയാണ് കറക്റ്റ് ആൻസർ ഉള്ളത്. ആ നമ്പർ അവിടെ എഴുതി വെക്കും ആ പേപ്പറിൽ. മാർക്ക് എഴുതിക്കോളൂ. നോക്കിയല്ലോ അല്ലേ അതിൽ? എന്താണ്? ഓക്കെ, അതിൽ ആ ക്വസ്റ്റ്യൻ പ്രിൻ്റ് ചെയ്തെടുത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ തൽക്കാലം ആ ക്വസ്റ്റ്യൻ അത് പ്രിൻ്റ് എടുത്തെടുത്ത് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം ഡിവൈൻ കോമഡി എന്ന് പറയുന്നിടത്ത് തന്നെ അതിൽ ഒറിജിനൽ സോഴ്സസ് എന്നുള്ള ഒരു വന്നിട്ടുണ്ട്. അതിൽ ഒരു ടീം കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് ആരും കണ്ടസ്റ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കണ്ടസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻ നമ്മൾ തൽക്കാലമല്ല ഒഴിവാക്കുന്നു ആ ക്വസ്റ്റ്യൻ. ഓക്കെ, കൊടുക്കുന്നതിന് മുമ്പ് നോക്കൂ.
ഒറ്റ മിനിറ്റ്. ഓക്കെ, മടക്കി കൊടുക്കും. നോക്കരുത്, അത് എടുത്തു വെക്കൂ. നിങ്ങൾ പറയുമ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞു. ഇത് മക്കയിലെ സാമൂഹ്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സംരക്ഷണം, അടിമ ഉടമ ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായി കൂടി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു സോഷ്യൽ റിലേഷനാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അടുത്ത നല്ലത് കഴിയട്ടെ. താഴെ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് ആൻസർ എഴുതുക. ആൻസർ പെൻ ഡൗൺ. ഇതാണ് ആ റിലേഷൻ. വലീദ് ബിൻ മുഗീറ, ഉസ്മാൻ ബിൻ മൽഊൻ, ഉമർ ബിൻ ഖത്താബ്, സുനൈറ, ഉമ്മു അമ്മാർ. അത് ചിലയിടത്ത് നിങ്ങൾക്ക് ഉമ്മു അൻമാർ എന്നും കാണാൻ കഴിയുന്നുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഉമയ്യത്ത് ബിൻ ഖലഫ്, ബിലാൽ ബിൻ റബാഹ്. കറക്റ്റ് ചെയ്ത് എഴുതിയവർ എഴുന്നേറ്റ് നിൽക്കുക. കറക്റ്റ് ചെയ്തവർ എഴുന്നേറ്റ് നിൽക്കുക. കറക്റ്റല്ല, അത് ഒന്ന് വെരിഫൈ ചെയ്യണം ഓരോന്ന്. ഓക്കെ, 20. അവരുടെ മാർക്ക് കൂടെ ഒന്ന് എഴുതിയേക്കൂട്ടോ. ഓക്കെ, ഓക്കെ, ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. വോളണ്ടിയേഴ്സ് ആ മാർക്കൊന്ന് പറയാം. ഓരോ ടീമും അവരുടെ സ്കോറുകൾ പറയൂ. എഴുതുന്നത് കറക്റ്റ് അല്ലെന്ന് ശ്രദ്ധിക്കൂ. കഴിഞ്ഞല്ലോ. പേപ്പർ തുറക്കരുത്, പറയുന്നത് വരെ പേപ്പർ തുറക്കരുത് കേട്ടോ. Okay, your time starts now. ഖുർആൻ്റെ ഏറ്റവും വലിയ തഫ്സീറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഒന്നിനെ മനസ്സിലാക്കണമെങ്കിൽ മറ്റതിനെ മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ചില സവിശേഷ സന്ദർഭങ്ങളുമായി സവിശേഷമായ ബന്ധം ചില സൂറകൾക്ക് ഉണ്ടായിരിക്കും.
അതെന്താണ് എന്നുള്ളതാണ്, അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ജനറൽ കോണ്ടെക്സ്റ്റിലാണ് ഈ പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരായത്തൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ടാകും. Very simple and direct, straightforward question. So please pen down. വോളണ്ടിയേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസറാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ബദർ യുദ്ധത്തെ അനലൈസ് ചെയ്തുകൊണ്ടാണ് സൂറ അൻഫാൽ. ഉഹദ് യുദ്ധം ആല ഇമ്രാനിലെ വലിയ ഒരു പ്രതിപാദ്യ വിഷയമാണ്. ഖന്തക്കുമായി ബന്ധപ്പെട്ട ചില സിനാരിയോസ് ആണ് നമുക്ക് അഹ്സാബ്, ആ പേര് തന്നെ അതാണല്ലോ. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, ഹുദൈബിയാണ്. മാർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. ഓരോ ടീമും മാർക്ക് പറയാം. വോളണ്ടിയേഴ്സ് ആ മാർക്കൊന്ന് പറയും. ടീമിൻ്റെ ഓക്കെ. E20 ഓക്കെ. ഇനി ഗോത്രം എന്ന് പറയുന്നത് മക്കൻ ജീവിതത്തിൻ്റെ, അറേബ്യൻ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്, സാമൂഹ്യ ജീവിതത്തിൻ്റെ. നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് അതിൽ ഉള്ളത്. ആ ഗോത്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, അവരുടെ പേരുകളാണ് ഉള്ളത്. ഇവരുടെ പേരെഴുതേണ്ട, നമ്മൾ നേരത്തെ എഴുതിയ പോലെ 1A 2B. ഓക്കെ, പെൻ ഡൗൺ പ്ലീസ്, പെൻ ഡൗൺ.
ആൻസർ സ്ക്രീന്. ഹുയൈ ബിൻ അഖ്തബ് ബനു നളീർ, മുസൈലിമത്തുൽ കദ്ദാബ് ബനു ഹനീഫ, കഅബ് ബിൻ അസദ് ബനു ഖുറൈള, അബൂ ജഹൽ ബനു മഖ്സൂം. മക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഗോത്രമാണ്. ബനു ഹനീഫ നജ്ദിലെ ഗോത്രമാണ്. ബാക്കി രണ്ടും മദീനയിലുണ്ടായിരുന്ന 2 ജൂത ഗോത്രങ്ങൾ ആണ്. വോളണ്ടിയേഴ്സ് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ മാർക്കൊന്ന് പറഞ്ഞു. അടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സ്ക്രീൻ. സുഹൈർ അടുത്ത. ബിന്ത് എന്നാണ് അതിലുള്ള പേപ്പറിലുള്ളത്. ആ സ്ക്രീൻ നോക്കുക, അതിൽ കറക്റ്റായിട്ടുള്ള വേർഷൻ ഉണ്ട്. പെൻ ഡൗൺ പ്ലീസ്, പെൻ ഡൗൺ പ്ലീസ് ചെക്ക്. വോളണ്ടിയേഴ്സ് പ്ലീസ് ചെക്ക്. അതായത് ഈ 9 ഡോട്ട് സ്ട്രൈറ്റ് 4 ലൈന് വരച്ചിട്ട് എന്ത് ചെയ്യണം? കൈ എടുക്കാതെ 4 ലൈന് വരച്ചിട്ട് എന്ത് ചെയ്യണം? ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ്, കണക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഇതായിരുന്നു അവിടെ ഓഡിയൻസിന് കണക്ട് ചെയ്തത്. ഇതായിരുന്നു ആ സ്ട്രൈറ്റ് ലൈൻ. പലപ്പോഴും നിങ്ങൾക്ക് കഴിയാതിരുന്നത് ആ ബൗണ്ടറിക്ക് അകത്ത് മാത്രം ചിന്തിച്ചുകൊണ്ടായിരിക്കും. അടുത്തത് ക്ലൂ റൗണ്ടാണ്. ക്ലൂ റൗണ്ട് മത്സരത്തിൻ്റെ ഭാഗതയം നിർണ്ണയിക്കുന്നതിൽ കഴിഞ്ഞ വർഷമൊക്കെ വളരെ വലിയ പങ്ക് വഹിച്ചിരിക്കുന്ന ഒരു റൗണ്ടാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഒന്നാമത്തെ ക്ലൂ ഉത്തരം ഒരിക്കലും വിളിച്ച് പറയരുത് കേട്ടോ. നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആവും, കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഇരിക്കുക, പെൻ ഡൗൺ എന്ന് പറയുമ്പോൾ ഉത്തരം എഴുതിയെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ക്വിസ് മാസ്റ്ററെ നിങ്ങൾ അടുത്ത് വിളിക്കുക, അത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വിസ് മാസ്റ്ററോ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സുഹൈർ സാറോ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ചെക്ക് ചെയ്യും. 20 മാർക്ക് കിട്ടും ഒന്നാമത്തെ ക്ലൂവിൽ ഉത്തരമുണ്ടെങ്കിൽ. രണ്ടാമത്തെ ക്ലൂവിൽ 15, 10, 5. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾ സ്ക്രീൻ ശ്രദ്ധിക്കുക. റസൂലിൻ്റെ ജീവിതത്തിലെ ഒരു സവിശേഷമായ
ഒരു യുദ്ധ സന്ദർഭമാണിത്. ഓഡിയൻസ് പ്ലീസ് കീപ് മം. ഈ റൗണ്ട് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് ക്രിസ്മസ് റസൂലിൻ്റെ ജീവിതത്തിലുള്ള ഒരു യുദ്ധ സന്ദർഭം. ക്ലൂ നമ്പർ 1. ഫസ്റ്റ് റൗണ്ടിൽ ഒന്നാമത്തെ ക്ലൂ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് 20 മാർക്കിന് ചാൻസ് ഇല്ല, പിന്നെ 15 മാർക്കിന് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഒന്നാമത്തേൽ തെറ്റിയാൽ തെറ്റ് എന്നല്ല, രണ്ടാമത്തേൽ ട്രൈ ചെയ്യാം, മൂന്നാമത്തേൽ ട്രൈ ചെയ്യാം. 5 മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ക്ലിയർ അല്ലേ? ആൻസറാണോ? ആൻസർ പറയാം. ഞാൻ പറയുന്നതിന് മുമ്പ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാണ്, പ്ലീസ്. ക്ലാരിഫൈ ചെയ്യാണ്. അത് ഒന്നാമത്തെ ഇത് ക്ലൂവിൽ തെറ്റി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മൊത്തം അതിൻ്റെ 20 മാർക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്ലൂവിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്ക് കിട്ടും. രണ്ടാമത്തെ ക്ലൂ ആണെങ്കിൽ 5 മാർക്ക് കുറയും, 15 മാർക്കാവും. ഓക്കെ, വെയിറ്റ് അതൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഉത്തരം ഒന്നാമത്തെ ക്ലൂവിലുള്ളവർ അത് തെറ്റോ ശരി ഒന്ന് മാർക്ക് ചെയ്യും. അടുത്ത ക്ലൂ. പ്ലീസ് വെയിറ്റ്. ഏതെങ്കിലും ടീമിൻ്റെ ചെക്ക് ചെയ്യാത്തുണ്ടോ? ഏതെങ്കിലും ചെക്ക് ചെയ്യാത്തുണ്ടോ? ടീമില്ലല്ലോ, എല്ലാം ചെക്ക് ചെയ്തല്ലോ. ശരിയായത് ശരി എന്ന് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാം ഓക്കെ, തെറ്റാണെങ്കിൽ തെറ്റ് എന്ന്. അടുത്ത ക്ലൂ. അന നബിയുൻ ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. ക്ലൂ അതാണ്. ക്ലൂ റൗണ്ട് ആയതുകൊണ്ട് ദർ വോണ്ട് ബി എനി ഫർദർ എക്സ്പ്ലനേഷൻ. ശരിയായിട്ടുള്ള ആളുകൾക്ക് അനങ്ങാതിരിക്കാം. എന്തെങ്കിലും പെൻ ഡൗൺ. അട്ടിക്കോ തെറ്റോ ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. എല്ലാം ചെക്ക് ചെയ്തോ? ഓക്കെ, അടുത്ത ക്ലൂ വരട്ടെ. വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഒന്നുകിൽ ശരിയിടണം അല്ലെങ്കിൽ തെറ്റിടണം. പെൻ ഡൗൺ. പെൻ ഡൗൺ. ഏതെങ്കിലും കറക്റ്റ് കിട്ടാത്ത ഏതെങ്കിലും ടീമുണ്ടോ? ഏതെങ്കിലും ടിക്ക് കിട്ടാത്ത ടീമുകൾ ആരെങ്കിലും ഉണ്ടോ? അടുത്തൊരു ക്ലൂ കൂടെ ഉണ്ട്, പക്ഷെ അത് ആവശ്യമില്ല.
ഹവാസിൻ, സഖീഫ് ഗോത്രങ്ങൾ ഒരുമിച്ച് ശത്രുപക്ഷത്ത്. എന്താ ഉത്തരം? ഹുനൈൻ ആണ് സന്ദർഭം. ഓരോ ടീമുകളും ആ വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. അവരുടെ മാർക്ക് ആദ്യത്തതിന് 20, ടീം എ ഉണ്ടോ? ഉത്തരം ഉണ്ടോ? എത്രയാണ്? 20. ടീം ബി 20. ടീം സി 20. ടീം ഡി 15, 15. 10. ടീം ഇ 10. എഫ് 20. ജി 10. നോക്കി പറയും. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക സ്ക്രീനിൽ. ഒരു സഹാബിയെക്കുറിച്ചാണ്. പേരുകൾ മുഴുവൻ എഴുതണം. സഹാബികളുടെ പേര് എപ്പോഴും എഴുതുമ്പോഴും 2 പേര്, കാരണം അറബികളുടെ പേര് അങ്ങനെയാണല്ലോ, ഫസ്റ്റ് നെയിം മാത്രം പോരാ എന്ന്. എഴുതി കഴിഞ്ഞവർ? ഓക്കെ. എന്ത്? വൺ മിനിറ്റ് പ്ലീസ്. ആ നോക്കിയത് ചെക്ക് ഒന്ന് ടിക്ക് ചെയ്യണം. ഏതെങ്കിലും ടീമുകളുടെ ഇത് വെരിഫൈ ചെയ്യാത്തതുണ്ടോ? രണ്ടാമത്തെ ക്ലൂ ശ്രദ്ധിക്കുക. പ്ലീസ് വോളണ്ടിയേഴ്സ്, 2 പേരുടെ അടുത്തിരിക്കുന്ന വോളണ്ടിയേഴ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ചോദിക്കുക. ഓക്കെ. ഇനി ആരുടെങ്കിലും വെരിഫൈ ചെയ്യണം. പ്ലീസ് വെരിഫൈ ചെയ്യണം. അടുത്ത അവർ നോക്കിയല്ലോ അവരുടെ. ഓക്കെ. നേരത്തെ 2 റൗണ്ടിലും കിട്ടാത്തവരുണ്ടെങ്കിൽ പറയുക. ഉത്തരം കിട്ടാത്തത് ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാവരും കിട്ടി. ആ 4ാമത്തെ ക്ലൂ വേണമെങ്കിലൊന്ന് കാണിച്ചോളൂ. ആരാണ്? ഉത്തരം എന്താണ്? ആ അല്ല, ഓരോന്ന് നോക്കൂ നിങ്ങൾ. പ്ലീസ് ധൃതി കൂട്ടരുത്. വോളണ്ടിയേഴ്സ് കൃത്യം ശ്രദ്ധിക്കുക കേട്ടോ. B20,
C20, D10, 20 E ഇല്ലേ, F20, G20. നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവരും കൂടെ പറയൽ. 15. ഓക്കെ. അടുത്തത് മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെക്കുറിച്ചാണ്. മക്കൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. പേര് പറയുമ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പൻസോ ഒരിക്കലും ഉറക്കെ പറയരുത്. നമ്മെക്കാൾ വിചിത്രമായ പടപ്പുറപ്പാട് നടത്തുന്നവരെ എനിക്കറിയില്ല. നമ്മുടെ കച്ചവട സംഘം രക്ഷപ്പെട്ടിരിക്കുന്നു. ഒരു ജനതയെ അവരുടെ നാട്ടിലിട്ട് ആക്രമിക്കാനാണ് നാം വന്നിരിക്കുന്നത് എന്നോർക്കണം. അതും തീർന്നു കഴിഞ്ഞ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ. എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ഏറെക്കുറെ ക്ലിയറായിട്ട് തിരിയും. നിങ്ങൾ ഇങ്ങോട്ട് മാത്രം കേട്ടോ, നമ്മൾ നമ്മുടെ ടീമിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഒരു കൗതുകം തോന്നുന്നു. ആളുടെ പേരാണ് എഴുതേണ്ടത്, ഞാൻ കൃത്യമായി പറഞ്ഞു. ഓക്കെ. ഓക്കെ. സെക്കൻഡ് ക്ലൂ. വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ ബശീറൻ വനദീറൻ ഫാരിദ് അക്സറുഹും ഫാറല അക്സറുഹും ഫഹും ലാ യസ്മഊൻ. സൂറ ഫുസ്സിലത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഇതാണ് ക്ലൂ. നോ ഫർദർ ക്വസ്റ്റ്യൻസ്. ക്ലൂ. നേരത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്ലൂവിൽ കിട്ടിയതാ. ഓക്കെ. അടുത്ത ക്ലൂ ഇട്ടോ. അടുത്ത ക്ലൂ കാണിക്കും. അപ്പോൾ എഴുതാത്ത ടീമുകൾ പറയാം. അദ്ദാസ് ഇദ്ദേഹത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ സേവകനാണ്. Yes, time over. ഇല്ല.
കിട്ടാത്ത ഏതെങ്കിലും ടീമുകൾക്ക് പുതുതായി ഉണ്ടോ? ഓക്കെ, അടുത്ത ക്ലൂ. Okay, pen down. No. ബാക്കി എല്ലാ ടീമുകളും ഓക്കെ. എന്താ ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? ഉത്ബ ബിൻ റബിയാൻ. ഓരോ വോളണ്ടിയേഴ്സും പറയട്ടോ, ടീം ശ്രദ്ധിക്കുക. ഇവിടെ 15 C15 15 1D15 15 E0 ഒന്നുമില്ല 20 F20 ഓക്കെ, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യന്, ക്ലൂ റൗണ്ട് ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു സഹാബിയെക്കുറിച്ചാണ്. നോ ഫർദർ ക്വസ്റ്റ്യൻ. ക്ലൂ റൗണ്ടിൻ്റെ പ്രത്യേകത അതൊന്നുകൂടിയാണ്. അപ്പം നിങ്ങൾക്ക് കേട്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വിസ് മാസ്റ്റർ വളരെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കാം, അപ്പോൾ പറയും. ഇതാണ് ഫസ്റ്റ് ക്ലൂ. Stop writing. സാർ നോക്കില്ല. Then second clue. Zoroastrian. പെൻ ഡൗൺ. നേരത്തെ റൗണ്ടിൽ എഴുതാത്ത ഏതെങ്കിലും ടീമുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഒരു വരക്കുക. ഓക്കെ, തേർഡ് ക്ലൂ.
അടുത്ത ക്ലൂ. അടുത്ത ക്ലൂ. എഴുതാത്ത ഏതെങ്കിലും ടീമുകൾ എഴുതിയതുണ്ടെങ്കിൽ വിളിക്കാം. പെൻ ഡൗൺ. എനി ന്യൂ ടീം? എന്താ ഉത്തരം? സൽമാനുൽ ഫാരിസി. ആ രണ്ടാമത്തെ ക്ലൂവിൽ കൃത്യമായിട്ടുണ്ട് ഉത്തരം. സൊറാസ്ട്രിയൻ എന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തതിലും ഇസ്ഫഹാൻ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്താണുള്ളത്? എവിടെയാണുള്ളത്? ഇറാനിലാണ് ഉള്ളത്. അപ്പോൾ സൽമാനുൽ ഫാരിസി ആ പേരിൽ തന്നെ അതുണ്ട്. ഇൻഷാ അല്ലാഹ്. മദായിനിൽ പിന്നീട് അദ്ദേഹം ഗവർണറായിരുന്നു. അഹ്സാബ് യുദ്ധത്തിൽ കുഴി കുഴിക്കണം എന്നുള്ള ഐഡിയ പറഞ്ഞത് അദ്ദേഹമാണ്, സൽമാനുൽ ഫാരിസി. അടുത്തതും ഒരു സഹാബിയാണ്. ഓക്കെ, സോറി പ്ലീസ്. പത്ത് 10 ടീം ഈക്കില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു സഹാബിയെക്കുറിച്ചാണ്. ക്ലൂ ശ്രദ്ധിക്കുക. വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഇതാണ് ക്ലൂ നമ്പർ 1. വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അതിലെന്താണ് ക്ലൂ എന്ന് ചോദിക്കരുത് കേട്ടോ, കാരണം ക്ലൂ ആണത്. സെക്കൻഡ് ക്ലൂവിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്ലൂ കഴിഞ്ഞു, സെക്കൻഡ് ക്ലൂ. മരണാസന്നനായ ഉമർ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിക്കുന്നു. പെൻ ഡൗൺ. കഴിഞ്ഞ റൗണ്ടിൽ കിട്ടാത്ത ടീമുകൾ. ബാക്കി കിട്ടിയ ടീമുകളാ? ഓക്കെ, നെക്സ്റ്റ് ക്ലൂ. ബൈസാൻഡിയൻ.
പെൻ ഡൗൺ. എഴുതാത്ത ടീമുകൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അടുത്ത ക്ലൂ. പുസ്തകം വായിച്ചവർക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ആ പുരോഗാമികൾ എന്ന വാക്ക് അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പെൻ ഡൗൺ. എന്താ ഉത്തരം? സുഹൈബ് റൂമി. ഓരോ ടീമുകളും മാർക്ക് പറഞ്ഞോളൂ. D20 ഇ ഇല്ല, മാർക്കില്ല. F20 G20 H ഇല്ല, മാർക്കില്ല. ഓക്കെ, ഇല്ലല്ലോ. ഓക്കെ, സ്കോർ പെൻ നോക്കണ്ടല്ലോ നമുക്കല്ലേ. അടുത്ത റൗണ്ടും കൂടെ കേട്ട് നോക്കാം. അടുത്ത റൗണ്ടിൽ നമ്മൾ ക്ലാൻ റൗണ്ട് എന്ന് കൂടെയാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. എന്തായാലും പേര് നിങ്ങൾ എന്തെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ആളുടെ പേര് നിങ്ങൾ എഴുതണം, കൂടെ ആളുടെ ഗോത്രവും എഴുതണം. 10 മാർക്ക് 10 മാർക്ക് രണ്ടും എഴുതിയാൽ 20 മാർക്കാണ് നമ്മൾക്ക് ഉണ്ടാവുക. റെഡിയല്ലേ? ഉഹദിന് ശേഷം ഖുറൈശികളുടെ പുനരാക്രമണ സാധ്യത ഇല്ലാതാക്കും വിധം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അബൂ സുഫിയാനോട് വിവരം പറയുന്നുണ്ട് ഒരാൾ പോയിട്ട്. എന്നാൽ ഖുറൈശികൾ മുസ്ലിം തിരിച്ചു പോയതിനു ശേഷം വീണ്ടും ഇവരൊന്ന് നിലംപരിശാക്കാമായിരുന്നു എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യുന്നിടത്ത് ഒരാൾ ചെന്നിട്ട് കുറച്ച് വിവരം കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിച്ച പോലെയൊന്നുമല്ല, മുസ്ലിങ്ങൾ ആകെ പ്രതികാര ബുദ്ധി ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അവരിലേക്ക് ചെല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ആളുടെ പേര്, ഗോത്രം. ക്ലൂ ഇതിൽ ക്ലൂ ഇല്ല, ആ കാണുന്ന ക്വസ്റ്റ്യൻ തന്നെ ബോർഡിൽ കാണുന്ന. എന്ന് പറഞ്ഞാൽ ഉഹദിന് ശേഷം തിരിച്ച് വന്ന് ആക്രമിക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നെഗേറ്റ് ചെയ്യപ്പെടുന്നത് വേറൊരാൾ വന്ന് ചില കാര്യങ്ങൾ പറയുമ്പോഴാണ്. ആ ആളാരാണ്? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഖുറൈശികൾ തീരുമാനിച്ചു, ഇല്ല, ഞങ്ങൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഇതിൽ ഉത്തരത്തിൻ്റെ ഈ പേരിൻ്റെ ഫസ്റ്റ് പാർട്ട് എഴുതിയാലും നമ്മൾ മാർക്ക് കൊടുക്കും. പേരിൻ്റെ ഫസ്റ്റ് പാർട്ട് എഴുതിയാലും മാർക്ക് കൊടുക്കും. രണ്ട് ആൻസർ വേണം കേട്ടോ. ആ ശരിയായ ഭാഗത്തിന് മാർക്ക് കിട്ടും. ഒന്ന് തെറ്റിയാലും. ഓക്കെ, പെൻ ഡൗൺ പ്ലീസ്. പെൻ ഡൗൺ പ്ലീസ്. എന്താ ഉത്തരം?
മുഅബ്ബദ് ബിൻ അബി മുഅബ്ബദ്. ഗോത്ര ഏതാണ്? ഖുസാ. എഴുതിയവർ എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുക. ടീമിൽ ഒരാൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ മാർക്ക് ഉണ്ടാവില്ല കേട്ടോ. മുഅബ്ബദ് ഇബ്നു അബി മുഅബ്ബദ്. ചെക്ക് ചെയ്തില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. B10. A20 ആണ്. C20. D ഇല്ല. E20. F20. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി അല്ലേ? പ്ലീസ്. നജ്ദിലെ ഒരു ഗോത്രം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇസ്ലാം പഠിപ്പിക്കാൻ അയക്കുന്ന ആളുകളെ വഞ്ചനയിലൂടെ അവർ കൊല്ലുന്ന സംഭവമാണ് ബീർ മാഊന. അതിൻ്റെ ആ ഗോത്രമുണ്ടല്ലോ, ആവശ്യപ്പെടുന്ന ഗോത്രത്തിൻ്റെ നേതാവാര്? ആ ഗോത്രം ഏത്? പെൻ ഡൗൺ. ഉത്തരം അബുൽ ബറാ ആമിർ ബിൻ മാലിക്. അബുൽ ബറാ എന്നെഴുതിയാലും ഉത്തരം ആ 10 മാർക്ക് നിങ്ങൾക്ക് തരും. ബനു ആമിർ. ബനു എന്നില്ല, ആമിർ എന്നെഴുതിയാലും മാർക്ക് ഉണ്ടാവും. ഗോത്ര എഴുതിയിട്ടില്ല. അബുൽ ബറ ഇല്ലാതെ ചിലപ്പോൾ ആമിർ ബിൻ മാലിക് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഉത്തരം നമ്മൾ കറക്റ്റാണ്. (2010) കൃത്യമായിട്ട് പറയൂ കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്തല്ലോ. സുഹർ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഇന്നലെ വരെ ഈ ഭൂമിയിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖം താങ്കളുടെ മുഖവും ഏറ്റവും വെറുക്കപ്പെട്ട മതം താങ്കളുടെ മതവും ഏറ്റവും വെറുക്കപ്പെട്ട നാട് താങ്കളുടെ നാടും. ഇപ്പോൾ ഇതെല്ലാറ്റിലും ഏറ്റവും ഇഷ്ടം എനിക്ക് ഇതാണ്.
Pen down, pen down, pen down. Pen down. ഉത്തരം എന്താണ്? സുമാമ ബിൻ ഉസാൽ. സുമാമ എന്നെഴുതിയാലും മാർക്ക് നമ്മൾ കൊടുക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ ജനറിക് നെയിമുകളിൽ പൊതുവെ വിടുന്നതല്ല. ഗോത്ര ഏതാണ്? ബനു ഹനീഫ. എഴുതിയ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുക, അവർക്കുള്ള മാർക്ക് എത്രയാണെന്ന് പറയാം. മുഴുവൻ എഴുതിയവരും പകുതി എഴുതിയവരും വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കാം. സുഹൈർ സാർ, അടുത്ത ക്വസ്റ്റ്യൻ. വളരെ പ്രസിദ്ധമായൊരു പ്രസ്താവനയാണ്. ഞാൻ ഖുസ്രുവിൻ്റെയും സീസറിൻ്റെയും നജാഷിയുടെയും ഒക്കെ കൊട്ടാരങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദിനെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരു ജനതയെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. നമ്മൾ ഹുബ്ബുൻ നബിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി പരാമർശിക്കപ്പെടുന്ന ഒരു പേരാണ് ആ പേര്, ആ ഗോത്രം. റസൂലിൻ്റെ ആസാറുകൾ വെച്ച് ബർക്കത്തെടുക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷനിൽ സാധാരണയായി പറയപ്പെടുന്ന ഒരു പേര് കൂടിയാണ്. ഇതിൽ പേര് മുഴുവൻ എഴുതണം. അതിനാണ് മാർക്കുള്ളത്. പേര് മുഴുവൻ, പേരിൻ്റെ 2 പാർട്ടും എഴുതുക എന്നുള്ളത് നിർബന്ധമാണ്. ആ 10 മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, പെൻ ഡൗൺ, പെൻ ഡൗൺ. എന്താണ് ഉത്തരം? ഉർവ ബിൻ മസൂദ്. വോളണ്ടിയേഴ്സ് ഓരോരുത്തരുടെയും സ്കോർ പറയാം. പറഞ്ഞോളൂ. ആ വോളണ്ടിയേഴ്സ് ടീമിന് അടുത്തിരിക്കുന്നതിൽ കുറച്ചുകൂടെ നല്ലതായിട്ടൊന്ന് പറയും. ഒന്ന് ഉറച്ച് പറയുന്നത് കേട്ടോ. E10 F20. ടീം ഇയുടെ സ്കോർ, പ്ലീസ് ലിസൺ ഹിയർ സമദ് സാഹിബ്. ടീം ഇയുടെ സ്കോർ 10 എന്നാവും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. 20 ആണ്. ഒരു ഉറുവ എന്നുള്ളത് ഉറുവത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ചെറിയ മൈന്യൂട്ട്, ചിലപ്പോൾ ഫത്തഹ് കസറോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ചില കേസുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മാർ എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. അന്മാർ എന്ന് ചിലടത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങളുടെ വായനക്കനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങളുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനാണ്. ബനു ഖൈനുഖ മദീന വിട്ടു പോകുന്നു എന്നുറപ്പിക്കാൻ റസൂൽ ഒരു സഹാബിയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ട്. സഹാബിയാര്, അദ്ദേഹത്തിൻ്റെ ഗോത്രമേത്?
പേര് മുഴുവൻ എഴുതണം. സഹാബിയുടെ പേര് മുഴുവൻ എഴുതിയാലാണ് അതിനുള്ള മാർക്ക് ഉണ്ടാവുക. പെൻ ഡൗൺ പ്ലീസ്. പെൻ ഡൗൺ. ആരാണ്? ഉത്തരം പോരും. ഖസ്റജ് ഗോത്രക്കാരനായ ഉബാദത്ത് ബിൻ സാമിത്ത് എന്ന് വേണം പേര്. ഞാൻ പറഞ്ഞല്ലോ, പേര് മുഴുവനായി എഴുതിയവർക്കാണ് പേരിൻ്റെ മാർക്ക് ഉണ്ടാവുക. ഖസ്റജ് എന്ന് എഴുതുകയും ചെയ്യാം. ഉബാദത്ത് ബിൻ സാമിത്ത്, അത് ഉബാദ ബിൻ സാമിത്ത് എന്നെഴുതാം. ഉബാദ എന്നെഴുതിയാൽ പോരാ, ഇബിനു സാമിത്ത് എന്നെഴുതിയാൽ പോരാ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് പേര് മുഴുവനായി തന്നെ എഴുതണം. സ്കോറുകൾ പറഞ്ഞോളൂ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ബ്രേക്കാണ്. മുന്നിൽ ടെൻഡർ കോക്കനട്ട് ജ്യൂസൊക്കെ എത്തിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ കുടിക്കാം. ഓക്കെ, ഓഡിയൻസിനോടൊരു ചോദ്യം. നമ്മുടെ നിർദ്ദേശിക്കപ്പെട്ട പുസ്തകമാണ് TK ഇബ്രാഹിം സാഹിബിൻ്റെ, എന്താണ് ബുക്കിൻ്റെ പേര്? ദയാനിധിയായ ദൈവദൂതൻ. ഇത് ആരാണ് പബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. അറിയുന്നവർ കൈവക്കുക. മാതൃഭൂമി ബുക്സ് ആണ്. അവിടെ പ്രൈസ് കൊടുക്കട്ടോ, മുട്ടായി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. നഈം സിദ്ദീഖിയുടെ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയ ആൾ ആരെന്നുള്ളത് അറിയുന്നവർ കൈവക്കുക. അറിയുന്നവർ എഴുതിരുന്നാൽ മതി, എന്നാൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ എഴുതുന്നവർ കൈവക്കുക? അവതാരിക ആരാണ് എഴുതിയത്? പ്രശസ്തനായിട്ടുള്ള ഒരു ഇസ്ലാമിക നവോത്ഥാന നായകൻ കൂടിയാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കാമല്ലോ. ആരുമില്ല? ഓക്കെ, റാഫി സാർ പറഞ്ഞിട്ടുണ്ട്. സയ്യിദ് അബുല്ലാല മൗദൂദ് സാഹിബാണ് അതിൻ്റെ അവതാരിക എഴുതിയത്. ഓക്കെ, കുടിച്ചു. വദ്ദാ ഹൻഫർ മറ്റൊരു റബിയുൽ അവൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹത്തിൻ്റെ ജന്മരാജ്യം ഏതാണ് എന്നുള്ളതാണ് ഓഡിയൻസിൻ്റെ അടുത്ത ചോദ്യം. പറയ്, ഏതാണ്? ഓർക്കനെ പറ. ഈജിപ്ത്. റോങ് ആൻസറാണ്. എവിടെ? അവിടെ എന്ത് പറഞ്ഞല്ലോ? ആ, സുൽത്താൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വേറെ ഇവിടെ ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഫലസ്തീൻ. ആ ഫലസ്തീൻ എഴുതിയ ആളുകൾക്ക് സമ്മാനം കൊടുക്കട്ടോ. എവിടെ? മുട്ടായി കൊടുക്ക്. ഇതവിടെ രണ്ട് ഭാഗത്തുനിന്നുണ്ട്, ലേഡീസിൻ്റെ ഭാഗത്തുനിന്നും. ഷുക്കൂർ സുൽത്താനാണ് അവിടെ. ജസ്റ്റ് എല്ലാവരും എഴുന്നേറ്റ് നോക്കി, ഒന്ന് എഴുന്നേറ്റ് നിന്നോ. ഓക്കെ, 1 എന്ന് പറഞ്ഞ സമയത്ത് സിംഗിൾ ക്ലാപ്പ് ചെയ്യുക. ഓക്കെ, റെഡി? 1. പവർ വരട്ടെ. റെഡി? 1. 2 എന്ന് പറഞ്ഞ സമയത്ത് സൈലൻ്റ് ആയിരിക്കുക. 3 എന്ന് പറഞ്ഞ സമയത്ത് 2 ക്ലാപ്പ്. ഓക്കെ, 3 അടിക്കണം. 3, 2, 1.
2. ഓക്കെ, എല്ലാവരും ഫുൾ അറ്റൻഷനോട് തന്നെ ഇരിക്കുന്നത്. സീറ്റ് ഒന്ന് മാറിയിരുന്നോളേ. അവിടെ സ്കോറ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കലണ്ടറായിട്ട് സങ്കല്പിക്കുക. ആ കലണ്ടറിൽ ഒരു 10-20 സെക്കൻഡേ സമയമുള്ളൂ. അവിടെ 25 ആണെങ്കിൽ ആ റെഡ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഏതായിരിക്കും ഫിഗർ എന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തവർ ആൻസറൈസ് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് ഓഡിയൻസും ചെയ്യാം. പറഞ്ഞോളേ. പറഞ്ഞു കേട്ടു. വേറെ ശരി ഉത്തരം വരട്ടെ. ഇതൊരു കലണ്ടറാണ്. അവിടെ 25 ആണെങ്കിൽ അവിടെ ഒരു സംഖ്യ വരുള്ളൂ. ഇത്ര തലവല പുകഞ്ഞ ആലോചിക്കാനൊന്നുമില്ല. എട്ടില്ലേ? ഓക്കെ, അപ്പോൾ 3 പേരാണ് സമയത്തിനുള്ളിൽ പറഞ്ഞത്. ഇവിടെ 9 ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. 9 ആണ് റൈറ്റ് ആൻസർ. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക ലോകത്തിലെ ഏത് കലണ്ടറിലും. അവിടെ 25 ആണെങ്കിൽ അവിടെ 9 വരുള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ, ആ 3 പേർക്ക് സമ്മാനം കൊടുക്കട്ടാ. ശരി ഉത്തരം പറഞ്ഞോളൂ എഴുതിയിട്ടുള്ളൂ. സ്കോർ ആയില്ലേ? ഇവിടെ സ്കോർ പ്രഖ്യാപിക്കുകയാണ്. ടീം എ 350 മാർക്ക്, ടീം ബി 345, ടീം സി 330, ടീം ഡി 280, ടീം ഇ 255, ടീം എഫ് 370, ടീം ജി 345, ടീം എച്ച് 285. ഇതിൽ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 370 മാർക്കോട് കൂടി ടീം എഫ്. ഒന്ന് എണീറ്റിക്ക്. ഓക്കെ, ഇസ്ലാമിയ കോളേജ് മന്നം ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നു ടീം എ 350 മാർക്ക്, അസറുൽ ഉലൂം ആലുവ. 3ാം സ്ഥാനത്ത് നിലവിൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ടീമംഗങ്ങളുണ്ട്. ടീം ബി ആൻഡ് ജി. ബി ഇസ്ലാഹിയ ചേന്നമംഗലൂർ, ജി ഓക്കെ ഇർഷാദിയ. ഓക്കെ, റൗണ്ടിൽ 2 പാർട്ട് ഉണ്ടാവും ആൻസർ. 2 പാർട്ട്. ചിലപ്പോൾ 2 സ്ഥലങ്ങളാവാം, 2 വ്യക്തികളാവാം, അല്ലെങ്കിൽ വ്യക്തിയും ഗോത്രവും ഒക്കെ ആവാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മാർക്ക്, 10 മാർക്ക് ഈച്ച്. അത് ഹായിലെ ത്വയ്യ് ഗോത്രം കീഴടങ്ങിക്കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകാരിയായി അവിടുന്ന് പിടിച്ച് മദീനയിൽ കൊണ്ടുവരുന്ന ഒരാളെ തിരിച്ചയക്കുന്നുണ്ട്. എല്ലാ സുരക്ഷയും കൊടുത്ത് തിരിച്ചയക്കുന്നു റസൂലുള്ള. അലി റളിയല്ലാഹു അൻഹുവിനെയാണ് കൂടെ വിടുന്നത്. അങ്ങനെ അവർ പോയി റസൂലിനോട് കടുത്ത വിരോധം പുലർത്തുന്ന അവരുടെ സഹോദരനെ
റസൂലിനെ കാണാൻ പ്രേരിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പിന്നീട് റസൂലിൽ ആകൃഷ്ടനായി പ്രമുഖനായ സഹാബിയായി മാറി. ആ സഹാബിയുടെ പേരെന്ത്? അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരുപക്ഷെ അദ്ദേഹത്തിനേക്കാൾ എന്ന് പറയാവുന്ന വിധം പ്രസിദ്ധനായ ഒരു അറേബ്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ആ വരികൾക്കിടയിലുണ്ട് ഉത്തരവ്, ഉത്തരത്തിലേക്കുള്ള ചില സൂചനകൾ. പെൻ ഡൗൺ, പെൻ ഡൗൺ, പെൻ ഡൗൺ, പെൻ ഡൗൺ എന്ന് പറഞ്ഞാൽ പിന്നെ എഴുതരുത്. പെൻ ഡൗൺ ആരാണ്? ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ഫസ്റ്റ് പാർട്ട്? അദിയുബ്നു ഹാത്തിം, ഹാത്തിമുത്തായി, ഈ രണ്ട് പേരാണ് ആളുകൾ. അദീബിന് ഹാത്തിം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകദേശം അവസാന കാലത്ത് വിശ്വസിക്കുന്ന ഒരാളാണ്. ദീർഘമായ ഒരു സംഭാഷണമുണ്ട് റസൂലും അദ്ദേഹവും നടത്തുന്ന. ഇസ്ലാം വിജയിക്കാൻ പോകുന്നു എന്ന് റസൂൽ കൊടുക്കുന്ന സൂചനകളിലെ വളരെ പ്രമുഖമായി വരുന്ന ഒരു സഹാബിയാണ്. ഹാത്തിമുത്തായി എന്ന് പറഞ്ഞാൽ അറേബ്യയിൽ അറിയപ്പെടുന്ന ധർമ്മിഷ്ഠനായിരുന്ന ഒരാളാണ്. നിങ്ങൾ അത്ഭുതപ്പെടും, ഏകദേശം 10ഓളം ഹിന്ദി ഉറുദു സിനിമകൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഹാത്തിമുത്തായിയെക്കുറിച്ച് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ധർമ്മിഷ്ഠനായ ആളായിരുന്നു. ഉത്തരം അദീബിൻ ഹാത്തിം, ഹാത്തിമുത്തായി. എഴുതിയവർ എഴുന്നേറ്റ് നിൽക്കുക. പാർട്ട് എഴുതിയവരും മുഴുവൻ എഴുതിയവരും. ആ ടണ്ണ് എഴുതിയത് വണ്ണില്ലേ? ഉണ്ടല്ലോ. പത്ത് മാർക്ക്, ഒന്ന് മാത്രം 10. അടുത്ത ക്വസ്റ്റ്യൻ. മക്ക വിജയത്തിന് വരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്യുമ്പോൾ റസൂലിനെ ഏറെ ദ്രോഹിക്കാൻ ശ്രമിച്ച 2 പേർ വന്നിട്ട് ഞങ്ങൾ മുസ്ലിം ആകണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നതും അവരെ കാണാൻ റസൂൽ വിസമ്മതിക്കുന്നതുമായ സംഭവമുണ്ട്. റസൂലിൻ്റെ ജീവിതത്തിൽ ചില ഇൻസ്റ്റൻറ്റുകൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 2 പേര് റസൂൽ തുടക്കത്തിൽ അവരെ കാണാൻ വിസമ്മതിക്കുകയാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പ് ഉള്ള കാര്യമുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? റസൂൽ അവർക്ക് അനുമതി അവർക്ക് കൊടുക്കുന്നത്. 2 പേരുടെ പേരും മുഴുവൻ എഴുതിയാൽ മാത്രമാണ് ആ പാർട്ടിൻ്റെ മാർക്ക് കിട്ടുക. പേരിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രം എഴുതിയാൽ മാർക്ക് നൽകുന്നതല്ല. ഞാൻ പേര് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. ഈ 2 പേര് ആര്? പേര് മുഴുവൻ എഴുതാനുള്ളൊരു 5 സെക്കൻഡ് കൂടെ ഞാൻ അധികം തരും. പെൻ ഡൗൺ, പെൻ ഡൗൺ, പ്ലീസ് പെൻ ഡൗൺ. ആരെങ്കിലും ഉത്തരം എഴുതിയവരുണ്ടോ? കോൺഫിഡൻ്റ് ആയി ഉത്തരം പറയാവുന്നവരാരെങ്കിലും? എനിബഡി എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും?
ഉത്തരം അബൂ സുഫിയാൻ ബിൻ ഹാരിസ്, അബ്ദുള്ള ബിൻ അബൂ ഉമയ്യ. നമ്മൾ ചരിത്രത്തിൽ സാധാരണ അറിയുന്ന അബൂ സുഫിയാൻ ഉണ്ട്. ആ അബൂ സുഫിയാൻ എന്താണ്? അബൂ സുഫിയാൻ ബിൻ ഹർബാണ്. അതല്ല, അബൂ സുഫിയാൻ ബിൻ ഹാരിസ് അബ്ദുള്ള ബിൻ അബൂ ഉമയ്യ. ആൻസറിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ കാണിക്കണം. പത്ത് കിട്ടിയവരും 20 കിട്ടിയവരും എഴുന്നേറ്റ് നിൽക്കുക, അവർ പറയാം. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അടുത്ത ചോദ്യം. കച്ചവട സംഘം മക്കയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയതിനാൽ ഇനി യുദ്ധത്തിന് നിൽക്കേണ്ട എന്ന് കരുതി തിരിച്ചുപോയ 2 ഗോത്രങ്ങൾ, ഒന്ന് അഹ്നസ് ബിൻ ഷുറൈഖിൻ്റെ ഗോത്രമാണ്, വേറൊന്ന് ഉമർ ബിൻ ഖത്താബിൻ്റെ ഗോത്രമാണ്. ഉമർ ഖത്താബ് മദീനയിലാണുള്ളത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗോത്രവും അഹ്നസ് ബിൻ ഷുറൈഖിൻ്റെ ഗോത്രവുമാണ് ഇനി നമ്മൾ യുദ്ധത്തിന് നിൽക്കേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നത്. ആ 2 ഗോത്രങ്ങളുടെയും പേര്. Pen down, please, pen down. ഉത്തരം ബനു സുഹറ. ബനു സുഹറയുടെ ഗോത്രമാണ് അഹ്നസ് ബിൻ ഷുറൈഖിൻ്റെ. മറ്റേ ഗോത്രം ഏതാണ്? ബനു അദി. ബനു സുഹറ, ബനു അദി എന്നാണ് ഉത്തരം. ഉത്തരം എഴുതിയവർ എഴുന്നേറ്റ് നിൽക്കുക. പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ, നമുക്ക് സ്പീഡപ്പ് ചെയ്യണം. നമുക്ക് വെന്യൂ. അടുത്ത ചോദ്യം. തബൂക്ക് സൈനിക നീക്കാനന്തരം ബഹിഷ്കരണത്തിന് വിധേയരായവരിൽ ഒരാൾ, നമ്മൾ ഫസ്റ്റ് റൗണ്ടിലെ ആളെക്കുറിച്ചൊരു ചോദ്യം നമ്മൾ പറഞ്ഞിരുന്നു. ആരായിരുന്നു? കഅബ് ബിൻ മാലിക്കാണ്. ബാക്കി 2 പേർ ആര്? തബൂക്കിന് ശേഷം ബഹിഷ്കരണത്തിന് വിധേയരായ കഅബ് ബിൻ മാലിക് കഴിഞ്ഞുള്ള 2 പേര് ആര്? പേര് പൂർണ്ണമായി എഴുതണം. ഹദീസുകളിലെ ഏറെക്കുറെ ദീർഘങ്ങളായ ഹദീസുകളിലൊന്നാണ് കഅബ് ബിൻ മാലിക് ആ സംഭവം വിവരിക്കുന്നത്. പെൻ ഡൗൺ പ്ലീസ്, പെൻ ഡൗൺ. ആരൊക്കെയാണ്? ഹിലാൽ ബിൻ ഉമയ്യ, മൊറാറ ബിൻ റബിയ. ഹിലാൽ ബിൻ ഉമയ്യ, വോളണ്ടിയേഴ്സ് ചെക്ക് ചെയ്യുക ആൻസർ ഇതല്ലേ എന്നുള്ളത്. കൺഫ്യൂഷനെ വിളിക്കുക. ഹിലാൽ ബിൻ ഉമയ്യ, മൊറാറ ബിൻ റബിയ. ലാസ്റ്റ് ടീമിന് ആരെ കിട്ടിയത്? ആരെ കിട്ടാതിരുന്നത്? ആരെ കിട്ടിയത് നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അബിസീനിയയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി 2 പേരെ മക്കക്കാർ പറഞ്ഞയക്കുന്നുണ്ട്. ആ 2 പേരുടെ പേരും മുഴുവനായി എഴുതുക. നിങ്ങൾ ഉമർ സീരീസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും ആളുകൾ.
ഒരാളുടെ പേര് എഴുതിയാൽ പകുതി മാർക്ക്. ഓരോരുത്തരുടേതും മുഴുവനായിട്ട് എഴുതണം, ഫസ്റ്റ് നെയിം മാത്രം പോരാ. പെൻ ഡൗൺ, പെൻ ഡൗൺ, പെൻ ഡൗൺ. ആരൊക്കെയാണ്? അംറു ബിൻ ആസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ടാവും. ആരാണ് രണ്ടാമത്തെ ആള്? അബ്ദുല്ലാഹിബിന് അബി റബിയ. അബ്ദുല്ലാഹിബിന് അബി റബിയ. അബ്ദുല്ലാഹി എന്ന് മാത്രം എഴുതിയാൽ ഉത്തരം കിട്ടില്ല. അബ്ദുല്ലാഹിബിന് അബി റബിയ അംറു ബിൻ ആസ്. എഴുന്നേറ്റ് നിൽക്കുക. പെട്ടെന്ന് മാർക്കുകൾ വോളണ്ടിയർമാർ നോക്കിയിട്ട് പറയാം. ഏത് ടീമാ? ആ എക്ക് 10. നിങ്ങൾ 1 എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ സമദ് സാഹിബ്? ആ എയുടെ മാർക്ക് നിങ്ങൾ 0 എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. 1-0 ആണ് അവിടെ അല്ല. ആ 0 നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. ആ കഴിഞ്ഞല്ലോ. ഇനി നമ്മൾക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ബാക്കിയുള്ളത്. 4-5 ക്വസ്റ്റ്യൻസ്. അതുകൂടെ കഴിയുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് പടച്ചവൻ ആർക്കാണ് ഉംറ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആർക്കാണ് നമ്മുടെ ക്യാഷ് പ്രൈസ് കിട്ടാൻ വെച്ചിട്ടുള്ളത്, ആർക്കൊക്കെയാണ് പുസ്തകങ്ങൾ ആയിട്ട് മടങ്ങേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ആ ക്വസ്റ്റ്യനിൽ ഒരു സംഗതി കാണിക്കും. കാണിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള സംഗതി പറയും. പ്രവാചകന്റെ പിതൃപരമ്പര എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ. ആ പരമ്പരയിലെ ഒരാളുമായി സവിശേഷമായി ബന്ധമുണ്ട് ഈ ആയത്തിന്. ക്വസ്റ്റ്യൻ ഇസ് വെരി ക്ലിയർ, സെൽഫ് എക്സ്പ്ലനേറ്ററി. പെൻ ഡൗൺ, പെൻ ഡൗൺ, പെൻ ഡൗൺ. എന്താണ് ആൻസർ? ഹാഷിം. എന്താ ആൻസർ? ഹാഷിം, ഹാഷിം. ഓക്കെ, കറക്റ്റ് ആൻസർ. ഒന്ന് ഹാഷിം എന്ന് എഴുതിയവർ ഒന്ന് എഴുന്നേറ്റുന്നുള്ളൂ. ഹാഷിം, ഹാഷിം, ഹാഷിം എന്നാണ് കേട്ടോ. ഇത് ഖുർആൻ ആയത്തിന്, ഖുർആൻ ആയത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതറിയുക എന്നുള്ളതാണ്. ലി ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. അല്ലേ? ഒറ്റ ട്രേഡ് റൂട്ടാണ് ഉണ്ടായിരുന്നത്. അത് 2 സ്ഥലത്തേക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചതാരാണ്? ഹാഷിമാണ്. മക്കയുടെ സാമ്പത്തിക സുസ്ഥിതി തിരിച്ചുകൊണ്ടുവന്ന അദ്ദേഹമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളുണ്ട്. ആ ആൾ ആരാണ് എന്നാണ്. വമിനന്നാസി മയ്യശ്തരി ലഹ്വൽ ഹദീസി ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദഹ ഹുസുവ ഉലൈക ലഹും അദാബും മുഹീൻ. ഇതാണ് ആയത്ത്. പെൻ ഡൗൺ, പെൻ ഡൗൺ പ്ലീസ്, പെൻ ഡൗൺ. എന്താ ഉത്തരം? നളർ ബിൻ ഹാരിസ്. റസൂലിൻ്റെ പ്രബോധനത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ കൊണ്ടുവരാൻ തീരുമാനിച്ച് വരുന്ന ആളെക്കുറിച്ചാണ് എന്നാണ് മുഫസ്സിറുകൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. നളർ ബിൻ ഹാരിസ് എന്നെഴുതിയവർ എഴുന്നേറ്റ് നിൽക്കുക. 20 മാർക്സ്. നളർ ബിൻ ഹാരിസ്. ഓക്കെ,
ഇനി 3 ക്വസ്റ്റ്യനാണ് ബാക്കിയുള്ളത്. ക്രൊണോളജിയാണ് ഈ 3 ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ആദ്യമുള്ളത് ആദ്യം എഴുതുക, പിന്നീട് വരുന്നത് ചിലപ്പോൾ സംഭവമാവും, വ്യക്തികളാവാം, ഇങ്ങനെയൊക്കെ ആകാം. ആദ്യം ആ ഓർഡറിൽ എഴുതുക. ഓക്കെ? റസൂലിൻ്റെ പിതാമഹന്മാരുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഖുസൈ, കിനാന, അബ്ദുമനാഫ്, ഹാഷിം, ഫിഹർ. അവസാനത്തെ ആൾ അവസാനം, ആദ്യത്തെ ആൾ ആദ്യം. അതാണ് ഓർഡർ കേട്ടോ, തിരിച്ചെഴുതരുത്. ഓർഡർ ശരിയാതെന്ന് മാത്രം കാര്യമില്ല, ഈ ഓർഡറിൽ തന്നെ വേണം എഴുതാൻ. ആദ്യത്തെ വല്യപ്പ ആദ്യം. കുറച്ച് സമയം അധികം തരാം, ഒന്ന് ആലോചിക്കേണ്ടി വരും. ഓക്കെ, പെൻ ഡൗൺ, പെൻ ഡൗൺ, പെൻ ഡൗൺ. ഉത്തരം അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തട്ടോ. ഏതെങ്കിലും ഒരു ഓർഡർ തെറ്റിയാൽ മുഴുവൻ മാർക്കും പോവും. ആദ്യം കിനാന, ആ ഓർഡർ തന്നെ വേണം എഴുതാൻ കേട്ടോ, അതും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ? ഇല്ല, എഫ് അല്ല അത്, F20. ആ ശരിയായവർക്കൊക്കെ 20 HN20. അടുത്തത് ഇസ്ലാം സ്വീകരിച്ച ക്രമം. ആദ്യം ഇസ്ലാമിലേക്ക് വന്ന ആള് ആദ്യം എഴുതുക, അവസാനം വന്ന ആള് അവസാനം എഴുതുക. ആ പേരിൻ്റെ ഫസ്റ്റ് പാർട്ട് എഴുതിയാലും മതി കേട്ടോ. അബൂ സുഫിയാൻ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. ബാക്കിയെല്ലാം പേരിൻ്റെ ഫസ്റ്റ് പാർട്ട് എഴുതിയാലും. ഓക്കെ? പെൻ ഡൗൺ പ്ലീസ്. ഒറ്റ മിനിറ്റ്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ഇതിൻ്റെ ഉത്തരം ഒന്ന് ഓഡിയൻസിൽ എഴുന്നേറ്റെന്ന് പറയുമോ? ഓഡിയൻസിൽ പെട്ടെന്ന് എനിബഡി? ആ, ആരാദ്യം? യെസ്, ഖാലിദ് ബിൻ വലീദ്, അബൂ സുഫിയാൻ, ഇക്രിമ ബിൻ അബൂ ജഹൽ. ഒരു 2 മിനിറ്റായി കൊടുക്കും അവർക്ക്. ആ, ഓക്കെ. നമ്മൾക്കറിയാം മുസബ് ബിൻ ഉമേർ റളിയല്ലാഹു അൻഹു മക്ക കാലഘട്ടത്തിൽ ഇസ്ലാം വിശ്വസിക്കുന്ന ആളാണ്. ഖാലിദ് ബിൻ വലീദ് മക്ക വിജയത്തിന് തൊട്ടു മുമ്പേ വിശ്വസിക്കുന്ന ആളാണ്. അബൂ സുഫിയാൻ അല്ലേ, അവിടെ വന്നില്ല. ഖാലിദ് വിശ്വസിച്ചതിന് ശേഷം ഏറെക്കുറെ ആ ഒരു സമയത്തിനാണ് വിശ്വസിക്കുന്നത്. ഇക്രിമ റളിയല്ലാഹു അൻഹു വളരെ സ്തോഭജനകമായൊരു കഥയാണ്, സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അദ്ദേഹം നാട് വിട്ടു പോകുന്നതും തിരിച്ച് റസൂലിനെ കാണാൻ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഓക്കെ? അദ്ദേഹത്തിൻ്റെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ അബൂജഹലിൻ്റെ മോനാണെന്ന് ഇങ്ങനെ സൂചിപ്പിക്കുമായിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹം റസൂലിനോട് ചെന്ന് പരാതി പറയുന്നതും ഇനി അത് പറഞ്ഞു പോകരുത് എന്ന് റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു ശാസിക്കുന്നതുമായിട്ടൊക്കെയുള്ള ഗംഭീര സംഭവമുണ്ട്. അവസാനം അദ്ദേഹത്തിൻ്റെ ഷഹാദത്ത് വരെ എത്തുന്ന. അപ്പോൾ നിങ്ങൾ പോയിട്ട് പഠിക്കേണ്ട ഒരു പ്രത്യേക സംഭവമാണ്. പലതിൻ്റെ കൂട്ടത്തിൽ ഇക്രിമ ബിൻ അബൂജഹൽ എന്ന്, ആ പേര് ബിൻ അബൂജഹൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും സഹാബി. ഓക്കെ? അവസാനത്തെ ചോദ്യം എഴുതില്ല അല്ല? ഓക്കെ. ഓക്കെ,
ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മദീന ഘട്ടത്തിലെ ചില സംഭവങ്ങളെ, പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, ആ സംഭവങ്ങളെ ആണിതിലുള്ളത്. ഇതിൻ്റെ ഓർഡർ അവസാനത്തെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. പെൻ ഡൗൺ, പെൻ ഡൗൺ. ഓഡിയൻസ് അഗെയിൻ, എനിബഡി ഫ്രം ഓഡിയൻസ്? മിഠായി വേണ്ടവർ ചോദിക്കുക, പറയാം. ഉംറത്തുൽ ഖളാ ആണോ? എനിബഡി? അല്ല, അത് ആ ചാൻസ് പോയി, ആ ചാൻസ് പോയി. തബൂക്ക്. ഓക്കെ. കാരണം ഉംറത്തുൽ ഖളാ സംഭവിക്കുന്നത് ഹുദൈബിയക്ക് ശേഷമാവുമല്ലോ സ്വാഭാവികമായും. ബാക്കി നമ്മൾ നേരത്തെ ഫസ്റ്റ് റൗണ്ടിലെ ക്വസ്റ്റ്യൻ്റെ ചെറിയ ഭാഗം നമ്മൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ മത്സരം, വളരെ കടുത്ത മത്സരം ഇവിടെ അവസാനിക്കുന്നോ എന്നറിയണമെങ്കിൽ സ്കോർ കൂടെ നമുക്ക് നോക്കണം. മത്സരം സഡൻ ഡെത്തിലേക്ക് നീങ്ങുമോ ഇല്ലയോ എന്നുള്ള ഉദ്വേഗജനകമായ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഇല്ല, ഇതാടിയാണ്. അപ്പോൾ നമ്മുടെ ക്വിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. പ്രൈസുകൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 8 ടീമുകളാണ് ഉണ്ടായിരുന്നത് നമുക്ക്. എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാൻ കഴിയും, സ്കോർ കാർഡ്. അപ്പോൾ അതിൽ പക്ഷെ നമ്മൾക്ക് പ്രൈസ് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ നിറവേറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ യാസർ ഖാദിയുടെ പ്രസംഗം ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലുള്ള പ്രവാചകൻ്റെ ചരിത്രം മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആംഗിളിൽ ക്വിസ് മാസ്റ്റർ എന്നുള്ളത് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന എപ്പിസോഡ് സംഭവം എവിടെയാണുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രഭാഷണ പരമ്പരയിൽ നമുക്ക് ക്രൊണോളജിക്കൽ ഓർഡർ ആയതുകൊണ്ട് അത് തപ്പിയെടുക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ പുസ്തകങ്ങളായി കഴിയുമ്പോൾ അതും ഓർഡർ കീപ്പ് ചെയ്തുകൊണ്ടല്ല, ജനറലായിട്ടൊരു ഓർഡർ ഉണ്ടെങ്കിലും പല സംഭവങ്ങൾ പലയിടത്തും കയറി വരുന്നത് കൊണ്ട് എങ്ങനെയായിരിക്കും ഒരു കുട്ടി രണ്ടാമത് റെഫർ ചെയ്തത് ഒന്നുകൂടെ നോക്കുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചലഞ്ചിങ് ടാസ്ക് ആയിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ആ ഒരു ചലഞ്ചിങ് ടാസ്ക് നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവർ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത്ര ചെറുതല്ലെന്നും നമ്മുടെ ജീവിതങ്ങൾക്ക് മുഴുവനായുള്ള ടെംപ്ലേറ്റായി റസൂലിൻ്റെ ജീവിതമുണ്ട് എന്നും ഉള്ള അടിസ്ഥാന വിവരമെങ്കിലും നമ്മൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ പഠനം നമ്മൾക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലും ഇതുപോലുള്ള പരിപാടികളുമായി പോകണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ സ്കോറുകൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ വളരെ അടുത്തടുത്താണ് പലതും സ്കോറുകൾ ഉള്ളത്. ഒന്നാം സമ്മാനം ഇവിടെ കിട്ടിയിരിക്കുന്നത് മന്നം ഇസ്ലാമിയ കോളേജിനാണ്. 540 പ്ലീസ് 540 മാർക്കോട് പ്രതീക്ഷ. പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. സെക്കൻഡ് പ്രൈസ് 510 മാർക്കോടുകൂടി അസ്ഹറുൽ ഉലൂമിലെ വിദ്യാർത്ഥികളാണ് നേടിയിരിക്കുന്നത്. അവരെ സ്വാഗതം. മൂന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് 500 മാർക്കോടുകൂടി
തളിക്കുളം ഇസ്ലാമിയ കോളേജിലെ സ്റ്റുഡൻസാണ്. ഈ 3 ടീമുകൾക്കാണ് നമ്മൾ സ്പെഷ്യലായ പ്രൈസ് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കോളേജുകൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റും സെക്കൻഡും തമ്മിൽ തന്നെ വളരെ ചെറിയ വ്യത്യാസമാണ്, ഇതിനേക്കാൾ ചെറിയ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. പ്രാവശ്യം 4ാമത് വന്നിരിക്കുന്ന ഇസ്ലാഹിയ കോളേജ് ചേന്നമംഗലൂരിന് 495 മാർക്കാണ്. നമ്മൾ പ്രൈസ് നമ്പറുമായി നോക്കുമ്പോൾ അവർ 4ാം സ്ഥാനത്താണെങ്കിലും ഓവറോൾ പെർഫോമൻസ് കഴിഞ്ഞ റൗണ്ടിലെ പെർഫോമൻസും ഈ റൗണ്ടിലെ പെർഫോമൻസും കൂടെ പരിഗണിക്കുമ്പോൾ ദേ ആർ നോട്ട് ബിഹൈൻഡ് നൺ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിലെ ഒരു കാര്യമെന്ന് പറയുന്നത്. അൽ ഫലാഹ് 470 മാർക്ക് ഉണ്ട്, ഇലാഹിയ കോളേജ് 395 മാർക്ക്, ഇർഷാദിയ കോളേജ് 475 മാർക്ക്, ചാലക്കൽ കോളേജ് 465 മാർക്ക്. ഇങ്ങനെയാണ് 8 ടീമുകൾ സ്കോർ ചെയ്തിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ മത്സരം എന്നെ സംബന്ധിച്ച് ക്വിസ് മാസ്റ്റർ എന്നുള്ള സന്തോഷം 2 റൗണ്ടിലും ഒരു ടൈ ഉണ്ടായില്ല എന്നുള്ളതാണ്. ടൈ ഉണ്ടാവാതിരിക്കാൻ പാകത്തിനാണ് നമ്മുടെ മത്സരങ്ങളുടെ റൗണ്ടുകൾ, അതിൽ ഡിവിഷൻ ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത്. എന്തായാലും ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് വൈകിട്ട് ഇതിൻ്റെ പ്രൈസ് വിതരണവും നമ്മുടെ പുസ്തക പ്രകാശനവും കൂടെ ഒന്നിച്ച് നടത്തണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നാണ് ഉണ്ടായത്. എ മുഹമ്മദ് അലി സാഹിബ് അന്തരിച്ച സാഹചര്യത്തിൽ നമ്മൾ ആ പരിപാടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിനാൽ 1, 2, 3 സമ്മാനങ്ങൾക്ക് വാങ്ങിയ ആളുകൾക്കുള്ള സ്പെഷ്യൽ പ്രൈസുകൾ അവരെ നമ്മൾ പ്രത്യേകമായി ഒരു വലിയ പരിപാടിയിൽ, കാരണം കുറച്ചുകൂടി അധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വെച്ച് അവർക്കുള്ള സമ്മാനങ്ങളുടെ വിതരണം നമ്മൾ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. ഇന്ന് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുകളും അതുപോലെ ഫൈനൽ റൗണ്ടിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള സമ്മാനങ്ങളും ഇന്ന് ഇവിടെ വെച്ച് ഇൻഷാ അല്ലാ നമ്മൾ വിതരണം ചെയ്യും. ഓക്കെ.